പ്രൈസ് ദി ലോർഡ്. ദൈവനീതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അടിമുടി മാറ്റിമറിച്ച് അവർ ധ്യാന ശുശ്രൂഷയിലാണ് പങ്കെടുത്തത്. റോമ 10:11-22 വെച്ചിട്ട് കർത്താവിൻ്റെ കാരുണ്യവും കാഠിന്യവും നിൻ്റെ ഓർമ്മയിലിരിക്കട്ടെ. അപ്പോൾ ഈ കാരുണ്യത്തിന് എതിരായിട്ടുള്ള സാധനമാണ് ഈ കാഠിന്യം എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ വ്യാഖ്യാനിച്ചും പ്രസംഗിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. പക്ഷേ ബ്രദറിൻ്റെ ഈ 4 ദിവസത്തെ ക്ലാസ്, ഈ ദിവസങ്ങളിലെ ധ്യാനത്തിൽ, പ്രത്യേകിച്ച് രാവിലത്തെ ഒരു സെഷനോട് കൂടി അവസാനത്തെ ആണി അടിച്ചു എന്ന് പറഞ്ഞത് മാതിരിയാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബ്രദർ പറഞ്ഞത് അവരുടെ തീഷ്ണതയൊക്കെ ഉള്ള ആൾക്കാരാണ്, പക്ഷേ അവരുടെ തീഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാത്തത് കൊണ്ട് ക്രിസ്തുവുമായുള്ള ഐക്യത്തിൽ നിന്ന് അവർ വിച്ഛേദിക്കപ്പെടും എന്നുവരെ പറഞ്ഞു വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്രയും നാളും ചെയ്ത ശുശ്രൂഷയുടെ അർത്ഥം എന്താണ് എന്ന് പോലും ചിന്തിക്കത്തക്ക രീതിയിലുള്ള ഒരു തിരിച്ചറിവിൻ്റെ മേഖലയിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടുവരുന്ന ഈ ദിവസങ്ങളിൽ. പിന്നെ മാത്രമല്ല, അണലി സന്തതികളെ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു സ്റ്റേജിൽ നിന്നിട്ട്. ഇതിപ്പോൾ വെറിയം പാമ്പിൻ പൈതങ്ങളെ എന്ന് വിളിച്ചപ്പോൾ നമ്മുടെ ചിന്താധാരം മൊത്തത്തിൽ തന്നെ മാറിപ്പോകുന്ന കർത്താവിൻ്റെ ആ വലിയ കരുണ. ഇന്ന് മറ്റൊരു സഹോദരൻ ഇതിനിടയ്ക്കൊന്ന് പറഞ്ഞ ഇതാണ്, ഇന്നലെ ഒക്കെ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, കർത്താവ് ഇത്രയും ഒരു സ്നേഹം കാണിച്ചിട്ട് എന്താണ് നമ്മളൊക്കെ ശുശ്രൂഷ കാണിച്ചു കൂട്ടുന്നത്. ഒത്തിരി പേരെ പാപികളെന്നും ചുങ്കക്കാരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഫരിസൈസത്തെയൊക്കെ ശക്തമായി എതിർക്കുന്ന ഒരാളാണ് ഇങ്ങനെ ഒക്കെ ഉള്ളത്. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും നമ്മളിലെ ഫരിസയൻ ഇങ്ങനെ വളർന്ന് നമ്മുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ടപ്പോൾ പിന്നെ മാത്രമല്ല, ഓരോ ആദ്യത്തെ തവണത്തെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് ചില സംശയങ്ങൾ അതൊന്ന് ക്ലിയർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടും അതൊന്ന് പങ്കുവയ്ക്കാനായിട്ട് മടിച്ചിരുന്നു. ഇപ്പോഴും എനിക്ക് മനസ്സിലാത്ത ചില കാര്യങ്ങളുണ്ട്. എല്ലാവരിലും ക്രിസ്തു ഉണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ഈശോയിലേക്ക് അവരെ കൊണ്ടുവന്ന് മാമോദിസ മുക്കുന്നത് അത് വരും സെഷനുകൾ വ്യക്തമാകുമെന്ന് എനിക്കറിയാം. മുൻപ് അതേപോലെയുള്ള ഓരോന്നും പിന്നത്തെ ക്ലാസ്സുകളിലൂടെ വ്യക്തമായി. ചുരുക്കത്തിൽ ഈശോ സകലരെയും ഉൾക്കൊള്ളുന്ന സ്നേഹം. ഇപ്പോൾ തന്നെ ഞാൻ ഒന്ന് ബൈബിൾ തുറന്നു നോക്കിയപ്പോൾ അതിനെല്ലാം കൂടി അടിവരയിടുന്നൊരു വചനം കർത്താവ് കാണിച്ചു തന്നത് റോമ 11:25 വചനം. അവിടെ പറയുകയാണ്, സകല വിജാതീയരും രക്ഷ പ്രാപിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും യഹൂദരിലേക്ക് എന്ന് പറഞ്ഞാൽ സർവ്വജനതയും രക്ഷ പ്രാപിക്കുമെന്ന് പച്ചയ്ക്ക് വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ചുരുങ്ങിയത് ഒരു 25 പ്രാവശ്യമെങ്കിലും ആ വചനഭാഗം നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഇതുവരെ ആ വചനം ശ്രദ്ധയിൽപ്പെട്ടില്ല. കാരണം മുൻ ധ്യാനങ്ങളിൽ കൂടിയ അടിവരയിട്ട വചനം മാത്രമേ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടുള്ളൂ, വായിക്കുന്നുണ്ട്. എന്തായാലും കർത്താവിൽ ഒരു തിരിച്ചറിവിൻ്റെ അവസരമാണ് തന്നത്. പ്രിയപ്പെട്ട ബ്രദറിലൂടെ വെളിപ്പെട്ട ദൈവ കരുണയെ പ്രതി പ്രത്യേകിച്ച് ഇത്രയും ശുശ്രൂഷകർക്ക് അടിസ്ഥാനപരമായ വലിയ ബോധ്യങ്ങളിലേക്ക് ഓരോ ആത്മാവിനെക്കുറിച്ചും അത്രയേറെ വില കണ്ടുകൊണ്ട് പിതാവ് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അവിടുത്തെ സ്വപ്നം എത്ര വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്നുള്ളതിൽ സങ്കടമുണ്ട്. എങ്കിലും അത് തിരിച്ചറിയാൻ ഈ സമയത്ത് അവിടുന്ന് അനുവദിച്ചു എന്നുള്ളതിൽ നന്ദിയുണ്ട്. ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു.